നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13. അങ്ങനെ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ നഷ്ടത്തിന് ശേഷം ഇന്ന് നിഫ്റ്റിക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്നും വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഇന്ന് ഫ്ലാറ്റായിട്ടാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിലും ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിഫ്റ്റിയിലൊക്കെ 100ലേറെ പോയിന്റുകളുടെ നേട്ടം പ്രതിഫലിക്കുകയും ചെയ്തു. 300ലേറെ പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ചും ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും 23,582 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും 33 പോയിന്റുകളുടെയാണെങ്കിലും നേട്ടത്തോടുകൂടി 23,400 എന്ന ഈ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 49 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 99 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1734 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി അതേസമയം ആകെ 1215 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ഇന്ന് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയിരുന്നു. മാത്രമല്ല തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ ശക്തമായ നഷ്ടത്തിന് ശേഷം മെറ്റൽ, ഓയിൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലയിൽ ഉടലെടുത്ത ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് IT, ഓട്ടോ സെക്ടേഴ്സിൽ വീക്ക്നെസ് പ്രകടമായിരുന്നെങ്കിൽ കൂടിയിട്ടും നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ മറികടന്നുകൊണ്ടുള്ള മികച്ച പ്രകടനം ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന് കൈവരിക്കുവാനും സാധിച്ചു. ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു വോഡഫോൺ ഐഡിയ വരാനിരിക്കുന്ന 16-ാം തീയതി പോർട്ട്ഫോ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുവാനായിട്ട് ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 7% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനുമായി തുടർച്ചയായി ഇന്ന് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും ജ്വല്ലറി മേഖല ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. എസ്പെഷ്യലി ഇന്ന് വെളുപ്പിനോടുകൂടി പുറത്തു വന്ന നാളെ മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ട് ടാക്സ് വർദ്ധിപ്പിച്ച നടപടികളെ തുടർന്ന് ജ്വല്ലറി സ്റ്റോക്കുകളായ കല്യാൺ ജ്വല്ലേഴ്സ്, സെൻകോ ഗോൾഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ 4% ഇടിവും ഇന്ന് അനുഭവപ്പെട്ടു. എന്നാൽ ടാക്സ് ഉയർത്തിയപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സ്വർണത്തിന്റെ വിലയിലുണ്ടായ ഉയർച്ചയെ തുടർന്ന് ഗോൾഡ് ഫൈനാൻസിംഗ് സ്റ്റോക്കുകളായ മണപ്പുറം ഫൈനാൻസ്, IIFL ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 11% നേട്ടം ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനും സാധിച്ചു. എന്നാൽ അതേസമയം സ്വർണത്തിന്റെ ഇറക്കുമതി തിരുവ വർദ്ധിപ്പിച്ചത് പഴയ സ്വർണ വിനിമയത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അത് വിൽപ്പനയെ മന്ദഗതിയിലാക്കുമെന്നുമുള്ള റിപ്പോർട്ട്സാണ് ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും. ഹോർമൂസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രതിരോധ ദൗത്യത്തിൽ പങ്കുചേരുവാനായിട്ട് UK ഡ്രോണുകളും ജെറ്റുകളും യുദ്ധക്കപ്പലുകളും അയക്കുമെന്നുള്ള പുതിയ റിപ്പോർട്ട്സും ഇന്ന് രാവിലെ പുറത്തു വന്നു. 37,000 കോടി രൂപയുടെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നതും. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ എസ്പെഷ്യലി അവസാന 3 ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റിക്ക് ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. സെൻസെക്സിലും നിഫ്റ്റിയിലൊക്കെ ഏകദേശം ഈ 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് തന്നെ 4% കറക്ഷനും നേരിട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് പല നിക്ഷേപകരും പുതിയ ബൈങ്ങിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ ബൈങ് നടത്തിയതിനെ തുടർന്നുണ്ടായ വാല്യൂ ബൈയിങ്ങും ഇന്ത്യൻ മെറ്റൽ മേഖലയ്ക്ക് ഇന്ന് 3%-ലേറെ നേട്ടം കൈവരിക്കുവാനായതും കൂടാതെ 23,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഏരിയ ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിന് ഇന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നെങ്കിലും പിന്നീട് റിക്കവറി നടത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചതും ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ഒരു ഘട്ടത്തിൽ 16 പൈസയുടെ നേട്ടം കൈവരിക്കാനായതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്യുകയും ചെയ്തു. എങ്കിലും സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ഏപ്രിൽ 8-ന് ശേഷം ഇന്ന് ആദ്യമായിട്ട് ഇൻട്രാഡേ ബേസിസിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യ വിക്സ് 20 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുകയും ചെയ്തു. കൂടാതെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും തുടർന്ന സെല്ലിങ്ങും മാത്രമല്ല ഇന്നും ഇന്ത്യ വിക്സ് 0.25% ഉയർച്ചയോടുകൂടി 19.42 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകൾ ചോർന്നു പോകുവാനും ഇടയാക്കി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് വലിയൊരു നേട്ടം കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഗ്രീൻ ആയിട്ട് ഇന്ന് നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്താനായതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US ഡോ ജോൺസ് ഫ്യൂച്ചർ 0.4%
അഥവാ 100-ലേറെ പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടി ഫ്ളാറ്റ് ആയിട്ടും ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്വാൻ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ നേരിയ ഉയർച്ചയാണ് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില $107.60 per ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $101.85 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയും 4702 എന്ന ലെവലിൽ ഫ്ളാറ്റ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. HPCL നെറ്റ് പ്രോഫിറ്റിൽ 46% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1,14,000 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. $19.25 per ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. വെന്റീഫ് ഹോസ്പിറ്റാലിറ്റി പ്രോഫിറ്റില് 72% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 21% വർധനവും രേഖപ്പെടുത്തി. ഫിൻകുറവെ ഫിനാൻഷ്യൽ സർവീസസ് സ്വകാര്യ പ്ലേസ്മെന്റ് വഴി 75 കോടി രൂപയുടെ നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചറുകളുടെ ഇഷ്യൂവിനുള്ള അംഗീകാരം കമ്പനിയുടെ ബോർഡ് നൽകി. സീഗൽ ഇന്ത്യ പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് 100 മെഗാവാട്ട് സ്റ്റാൻഡ് അലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള കരാർ കമ്പനിക്ക് ലഭിച്ചു. ഷിൽച്ചർ ടെക്നോളജീസ് 3.2 കോടി രൂപയുടെ CGST ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. TVS മോട്ടോർ ക്വാർട്ടർ 4 റിസൾട്ടുകൾ ഇന്ന് കമ്പനി പ്രസിദ്ധീകരിച്ചു. നെറ്റ് പ്രോഫിറ്റില് 19%, റവന്യൂവില് 30% വർധനവ് രേഖപ്പെടുത്തി. സിപ്ല നെറ്റ് പ്രോഫിറ്റില് 55% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 2.8% ഇടിവ് രേഖപ്പെടുത്തി. 13 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. പാരാസ് ഡിഫൻസ് നെറ്റ് പ്രോഫിറ്റില് 74.6%, റവന്യൂവില് 58.3% വർധനവ് രേഖപ്പെടുത്തി. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് പ്രോഫിറ്റില് 83.6%, റവന്യൂവില് 20.7% ഉയർച്ച രേഖപ്പെടുത്തി. ഷാർദ കോർപ്പ് നെറ്റ് പ്രോഫിറ്റില് 56.6%, റവന്യൂവില് 13% വർധനവ് രേഖപ്പെടുത്തി. കിർലോസ്കർ ബ്രോസ് നെറ്റ് പ്രോഫിറ്റിൽ 18.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 10.4% വർധനവും രേഖപ്പെടുത്തി. PFC നെറ്റ് പ്രോഫിറ്റില് 10.8% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 1.2% ഇടിവും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.